മണിപ്പൂര പൊളിച്ചു മാറ്റി പുതിയൊരു സംരംഭം വരാൻ പോവുകയാണോ? എന്താണ് സംഭവം? അനുമോളെ രാവിലെ തന്നെ തെറി വിളിച്ചിരിക്കുകയാണ് റെന. എല്ലാം പറയാം. നെവിൻ മടങ്ങിയെത്തി, ഒപ്പം സ്പൈക്കുട്ടനും. എന്താണ് സംഭവം? എല്ലാം പറയാം. ഡേ 25 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:15 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആയതാണ് നമുക്ക് പണിപ്പുര കൺസെപ്റ്റിലേക്ക് പോയിട്ട് ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം. പണിപ്പുര കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അത് അവസാനിച്ചെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ തന്നെയാണ് അറിയുന്നത്. ഓക്കെ, പണിപ്പുരയിലുണ്ടായിരുന്ന അതിനകത്തുണ്ടായിരുന്ന അവരുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ തിരിച്ചു കൊടുത്ത സാധനങ്ങളൊന്നും തിരിച്ച് ചോദിക്കത്തില്ല. ചോദിച്ചാലും കിട്ടത്തില്ല എന്നറിയാം. അത് പലരും ഒളിപ്പിച്ച് വയ്ക്കുമെന്നറിയാം. അതുകൊണ്ട് തിരിച്ച് ചോദിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ സൂചന നൽകുന്നത് എന്താണ്? പണിപ്പുര കൺസെപ്റ്റ് അവസാനിച്ചു എന്നുള്ളതാണ്. ഇനി പണിപ്പുരയുമായി ബന്ധപ്പെട്ട ടാസ്കോ പണികളോ ഒന്നും തന്നെ ഇവർക്ക് കൊടുക്കില്ല. ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്താണ്? പഴയ ക്ലാസിക് ബിഗ് ബോസ് തിരിച്ചു വരാൻ പോവുകയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൂചന തന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഇവിടെ തന്നെ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീക്കിലി ടാസ്ക്, ഡെയിലി ടാസ്ക്, അതുപോലെ തന്നെ സീസൺ വരെ കണ്ട നമ്മുടെ ബിഗ് ബോസ് ക്ലാസിക് ടാസ്ക്കാണ് ഇനി കാണാൻ പോവുകയെന്നുള്ള സൂചനയും കൂടി ഇവിടെ തരുന്നുണ്ട്. മാത്രമല്ല വൈൽഡ് കാർഡ്സൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇവർ പണി പ്രതീക്ഷിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ കാണുക എന്താ? പഴയ ബിഗ് ബോസ് ആയിരിക്കും ഇവർക്ക് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. ഇനി ഓണം കഴിഞ്ഞിട്ട് പണിപ്പുര വീണ്ടും പൊടി തട്ടി എടുക്കുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഓണം വരെയാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ ഓൾറെഡി അത് അവസാനിച്ചു എന്നാണ് അറിയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കണ്ട് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് രാവിലെ മുതലുള്ള ലൈവ് അപ്ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് രാവിലെ 8 മണിക്കാണ് എല്ലാവരും തന്നെ എഴുന്നേൽക്കുന്നത്. അതായത് മോർണിംഗ് സോങ്ങോട് കൂടിയാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത്. എല്ലാവരും 8 മണിയാകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ. അതായത് ഇന്നലെ ആ ഓണത്തിൻ്റെ പാട്ടുണ്ടായിരുന്നല്ലോ, ആ ഓണത്തിൻ്റെ പാട്ട് തന്നെയാണ്, സെയിം പാട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. തകതാരേ തക്കിട താരേ തക്കിട തക്കിട, ആ പാട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം രാവിലെ തന്നെ എല്ലാവർക്കും അവരുടെ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നു. എല്ലാ സാധനങ്ങളും കാണുകയാണ്. അതായത് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലോറിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ജിസേൽ വന്ന് കാണുന്നു. ജിസേലാണ് ആദ്യം വന്ന് കാണുന്നത്. അപ്പോൾ ജിസേൽ വന്ന് കണ്ടിട്ട്, ഞാൻ മുമ്പ് ബിഗ് ബോസിൽ പോയിട്ടുണ്ട്, നോർമൽ ബിഗ് ബോസ് ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും വന്ന് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകണം വെച്ചിട്ടോ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവരുടെ സാധനങ്ങളായിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജിസേൽ ഇത് കണ്ടിട്ട് പറയാണ്, അതുകൊണ്ട് പോയി അവിടെ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പിന്നീടാണ് അനു വരുന്നത്. അനുവിൻ്റെ പ്രശ്നം വരുന്നത്. അനു അതായത് അനുവിന് ഇന്നലെ തന്നെ അനു പറയണ്ടായിരുന്നു അനുവിൻ്റെ കിറ്റ് കാണാനില്ല എന്ന്. അതായത് അനുവിൻ്റെ ഫേസ് വാഷ് അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു, ആ സാധനങ്ങൾ അടങ്ങിയ ഒരു കിറ്റ് കാണുന്നില്ല. അതാണ് പിന്നെ ചർച്ചാ വിഷയമാകുന്നത്. അത് ആരിനെടുത്തോ എന്നാണ് അനുവിൻ്റെ ഡൗട്ട്. അപ്പോൾ ഇത് തിരക്കി ഇറങ്ങുകയാണ് അനു ചെയ്യുന്നത്. അപ്പോൾ ആരിനോട് പോയി ചോദിക്കുന്നുണ്ട്, ആര്യ നീ ഇതെടുത്തോ, നീ മര്യാദയ്ക്ക് പറഞ്ഞോ, നീ എടുത്തില്ലേ ഇത്, നീ എടുത്തോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആര്യം പറയുന്നു, നീ പോടി ചപ്പാത്തി കള്ളി, നീ പോടാ. അപ്പോൾ അനു, നീ പോടാ ടൂത്ത് പേസ്റ്റ് കള്ള എന്ന് പറഞ്ഞ് ചെറിയ വഴക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പം തന്നെ ചെറിയ വഴക്ക് ആരംഭിച്ചു അവിടെ തന്നെ. അതിനുശേഷം അനു വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആദിൽ നൂറിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദിൽ നൂറിൽ നിന്നിട്ട് പറയുകയാണ്, നിൻ്റെ പാവ ആരിനിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആരിനോട് ഇത് പോയിട്ട് ചോദിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് അനു. അപ്പോൾ ആരിനോട് ഇത് പോയി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇതെടുത്തടിച്ചത്? അപ്പോൾ ആര്യൻ, ഞാൻ ഇനി ഇടിക്കും ചപ്പാത്തി കള്ളി എന്ന് പറയുന്നു. അപ്പം അനു, എടാ പെൺകൊണ്ട, എടാ പെണ്ണാടാ, എടാ കോഴി, ഇതൊക്കെ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് വീടാ ഈ പേരൊക്കെ, നീ ഓർത്ത് വെച്ചോ എന്ന് പറയുന്നു. ഓടാ പെണ്ണാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അങ്ങനെ ഓരോ പേരും കാര്യങ്ങളൊക്കെ വിളിക്കുന്നു. ആരിനൊന്നിനും പ്രതികരിക്കുന്നില്ല. ആയിക്കോട്ടെ, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും ഞാൻ വിചാരിച്ച ആര്യൻ ഇതിനകത്ത് റിയാക്ട് ചെയ്യുമെന്നാണ്. പക്ഷേ ആര്യൻ്റെ ഭാഗത്തൊരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വഴക്ക് നടക്കുന്നു. ഇതേ സമയം കിച്ചൺ ഏരിയയാണ് കാണിക്കുന്നത്. ഇതേ സമയം ജിസേലും റെനയും കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ എല്ലാവരും മേക്കപ്പും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വരികയാണ് ചെയ്യുന്നത്. എല്ലാവരും സുന്ദരന്മാരൊക്കെ ആയിട്ട് വരുന്നു. ഇത്ര ദിവസം അങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പോൾ എല്ലാവരും കിട്ടിയല്ലോ. അപ്പോൾ എല്ലാവരും സുന്ദരന്മാരായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്.
അതിനുശേഷം റന അടുക്കളയിൽ നിന്നിട്ടാണ് കേട്ടോ. അപ്പോൾ റന ഓടി ശിശുവാങ്ങേ ഇവള് ശിശുവാങ്ങാണ് എന്ന് പറയുന്നു അനുവിനെ. അപ്പം നീ ഇങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ, ഞാൻ അങ്ങനെ വേട് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞിട്ട് അത് ബാഡാണ്, അങ്ങനെ വിളിക്കാൻ പാടില്ല. അവസാനം എനിക്ക് പ്രശ്നമുണ്ടാകുമെന്ന് പറയുന്നു, നിനക്ക് തന്നെ അത് പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുന്നു അനു. അപ്പോൾ ശരത്ത് അവിടെ നിൽക്കുന്നുണ്ട് സമയം. അപ്പോൾ ശരത്ത് നിന്നോട് വിളിക്കരുതല്ലേ പറഞ്ഞത് റന എന്ന് പറയുന്നു. അപ്പോൾ അനു നോക്കടി പറയുന്നത്, എൻ്റെ സാധനങ്ങൾ ഒക്കെ ആരെടുത്തു കൊണ്ടുപോയി, ഇതുവരെ ആരും തന്നെ തന്നില്ലല്ലോ, ആരെടുത്തു കൊണ്ടുപോയത്. അപ്പോൾ ആദിൽ നൂറി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആദിൽ നൂറി വന്നിട്ട് പറയാണ്, നീ ഒന്ന് അടങ്ങിയിരിക്കുക അനു, അവർ ഈ പറയുന്നത് നിന്നെ പ്രൊവോക്ക് ചെയ്യാനാണ്, അങ്ങനെയൊന്നുമില്ല, നീ അടങ്ങിയിരി, നീ എന്തിനാ വെറുതെ പ്രതികരിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിന്നോട് കളിക്കാൻ വരുന്നത് പോലെ അവർ നമ്മളോട് കളിക്കാൻ വരുന്നില്ലല്ലോ എന്ന് പറയുന്നു. എടി നിങ്ങളൊക്കെ എടുത്താൽ, അതായത് നിങ്ങളൊക്കെ നിങ്ങളുടെ സാധനം എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ അതെടുക്കൂല, നീ റിയാക്ട് ചെയ്യുന്നത് പോലെ നമ്മൾ റിയാക്ട് ചെയ്യില്ല എന്ന് അതിൽ നൂറി മറുപടിയായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് അവർ ജയിക്കുന്നത് എന്ന് പറയുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനു ആദിൽ നൂറയുടെ ഇതിൽ വീണു, അതായത് കുഴി, അവനവൻ കുഴിച്ച കുഴിയിൽ വീഴുക എന്നൊക്കെ കേട്ടില്ലേ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് ഷാനവാസിനെതിരെ ചെറിയൊരു വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഷാനവാസിൻ്റെ ദേഹത്ത് തള്ളി, ശരിക്കും തള്ളിയിട്ടൊന്നുമില്ല, വെറുതെ പറയാണ്, തള്ളി, ഇവന് എന്ത് റൈറ്റ്സാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസം എല്ലാം അടുത്തേക്ക് വന്നിട്ട് ഒരു ചിരിയോടെ പറയാണ്, അനീഷേ എങ്ങനെയുണ്ട് ഫുഡൊക്കെ, നിനക്ക് ഇഷ്ടമായോ? അപ്പോൾ ബിന്നി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ബിന്നി എന്താ അനീഷിനോട് മാത്രം ചോദിക്കുന്നത്, അത് ഞാൻ ചോദിക്കും, ഇല്ലെങ്കിൽ ഇപ്പോൾ എന്താ, അതായത് അത് ഞാൻ ചോദിക്കും, അതിനിപ്പോൾ എന്താ, അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് തമാശ രൂപത്തിലാണ് ഷാനവാസ് പ്രതികരിക്കുന്നത്. അപ്പോൾ അനീഷ് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഫുഡ് എന്താ അനീഷേ? അപ്പോൾ ഷാനവാസ് വീണ്ടും പറയാണ്, എന്താ അനീഷേ മിണ്ടാതിരിക്കുന്നത്, കണ്ടനൊന്നും ഇല്ലേ, അങ്ങനെ എന്തോടെ പറയുന്നുണ്ട്, കണ്ടനൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പം തന്നെ ഉടനെ അനീഷ് എഴുതിയിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അനീഷ് പഴയ സ്വഭാവത്തിലേക്ക് പോകാൻ തുടങ്ങി. എടാ ഷാനവാസേ, ഞാൻ തന്നെയാണ് ഇവിടുത്തെ ബിഗ് ബോസ്, നിങ്ങളെ ഭരിക്കുന്നത് ഞാൻ തന്നെയാണ്, പഞ്ചപുച്ഛമടക്കി നിന്നോണം കേട്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഷാനവാസ് ഓ തമ്പ്ര എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് ഇങ്ങനെ വേണം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അനീഷിനെ എടുത്ത് ഉടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ശരിക്കും. എടാ നീ കോടന്നൂരിൽ നിന്ന് നീ അതായത് കോടന്നൂരിന് നീ നാണം കെടുത്തുമല്ലോ, കോടന്നൂരിലെ മനുഷ്യരെ റിഫ്ലക്റ്റ് ചെയ്യാൻ വന്നതല്ലേ നീ, എന്താ ഇങ്ങനെയായത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് എൻ്റെ ഡാഷ് ആകാനുള്ള യോഗ്യത പോലും നിനക്കില്ലടാ, അങ്ങനെ ഒരു പേര് പോലും അറിയാനുള്ള യോഗ്യത നിനക്കില്ലടാ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വഴക്കവിടെ അങ്ങനെ നടക്കുന്നു മറുഭാഗത്ത്. ഓക്കെ, ഇവനിവിടെ അപ്പോൾ ഷാനവാസ് പറയുകയാണ് ചെയ്യുന്നത്, ഇവനിവിടെ കണ്ടൻറ്റൊന്നുമില്ല, കോമണർ കാർഡ് ഇറക്കി കളിക്കാൻ നോക്കിയാൽ നമ്മൾ വലിച്ചു കീറി കൈ കൊടുത്തു. വീണ്ടും അത് തീർന്നപ്പോൾ അവൻ വീണ്ടും പുതിയ കാർഡ് കണ്ടൻറ്റ് ആയി വരുന്നു. ഒന്നും നടക്കില്ല അനീഷേ, നിൻ്റെ കാര്യം നോക്കിപ്പോ എന്ന് പറയുന്നു. അപ്പോൾ ആ പ്രശ്നം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം രസകരമായൊരു മോർണിംഗ് ടാസ്ക് വരികയാണ് ചെയ്യുന്നത്. മോർണിംഗ് ആക്ടിവിറ്റി ഇതാണ് കൊടുക്കുന്നത്. ഇത്രയും കാലത്തെ ബിഗ് ബോസ് പറയുന്നു, ഇത്രയും കാലത്തെ ഈ ബിഗ് ബോസിനകത്ത് പണിയിൽ, അതായത് അവർക്ക് പണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നല്ലോ, നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളും ഒട്ടും സ്വാധീനം ചെയ്യാത്ത ഒരാളും ഇൻഫ്ലുവൻ്റ് അല്ല, ഇമ്പാക്റ്റ് പണി എന്ന് പറഞ്ഞാൽ ജോലിയല്ല എന്ന് ബിഗ് ബോസ് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അവർക്ക് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വരുന്ന അനീഷാണ് വരുന്നത്. അനീഷ് വന്നിട്ട് ഇൻഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളിനെ റനയായിട്ടാണ് പറയുന്നത്. അങ്ങനെ നിൽക്കാത്ത ആൾ, അതായത്
ഒന്നും സ്വാധീനിക്കാത്ത ഒരാളായിട്ട് നമ്മുടെ ഷാനവാസിനെ പറയുന്നു. അടുത്ത് പിന്നെ രേണു വരുന്നു. ആദില നൂറയാണ് ഇൻഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നത്. അക്ബറിന് ഒന്നുമില്ലാത്ത ഒരാളായിട്ട് പറയുന്നു. അബി വരുന്നു. ഒനേലിനെ പറയുന്നു ഇൻഫ്ലുവൻ്റ് ആണ്, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. പിന്നെ അക്ബറിന് അല്ലാത്ത ആളായിട്ടും പറയുന്നു. പിന്നെ ഷാനവാസ് വരുന്നു. ജിസൈലിന് ഇൻഫ്ലുവൻ്റ് ആയിട്ട് ആൾ പറയുന്നു. ബിന്നിനെ ഒന്നുമില്ലാത്ത ആളായിട്ട് പറയുന്നു. അതായത് കുത്തിത്തിരിപ്പ്, അതാണ് സംഭവം. അക്ബർ വരുന്നു. ഒനേലിനെ ഇൻഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നു. എല്ലാത്തിലും ഇടപെടുന്നുണ്ട്, നല്ല ടാസ്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല 100% കൊടുത്ത് കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അനുവിനെ ഒന്നുമില്ലാത്ത ആളായിട്ട്, അതായത് കക്കൂസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് അനുവിനെ. അക്ബർ ഈ വാക്ക് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അക്ബർ ഈ വാക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. അക്ബറിന് ഇങ്ങനത്തെ ഒക്കെ വാക്കേ അറിയത്തുള്ളൂ. അക്ബർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വളർന്നു വന്ന ആളാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അക്ബർ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനുശേഷം ബിന്നി വരുന്നു. ഒനേലിനെ ഇൻഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളായിട്ട് പറയുന്നു. അതുപോലെ തന്നെ രേണുവിനെ ഒന്നുമില്ലാത്ത ആളായിട്ട് പറയുന്നു, അതായത് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നീട് ആദില വരുന്നു. ആദില വന്നിട്ട് അക്ബറിനെ ഇൻഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾ പറയുന്നു. അതുപോലെ തന്നെ അനുവിനെ ഒന്നുമില്ലാത്ത ആളായിട്ട് പറയുന്നു. അതിനുശേഷം റെന വരുന്നു. ജിസേലിനെ ഇൻഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളായിട്ട് പറയുന്നു. ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അനുവിനെ ഒന്നുമില്ലാത്ത ആളായിട്ട്, അതായത് ഇവിടെ അങ്ങനെ തരാവാര ചൊറിയാൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ എന്നാണ് അനുവിനെ വിശേഷിപ്പിക്കുന്നത്. ശൈത്യ വരുന്നു. അനുവിനെ ഇൻഫ്ലുവൻ്റ് ആളായിട്ട് പറയുന്നു. റെനനെ ഒന്നുമില്ലാത്ത ആളായിട്ട് പറയുന്നു. ചൊറിച്ചിലാണ് റെനയുടെ പണി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഓനേല് വരുന്നു. നവീനെ പറയുന്നു ഇൻഫ്ലുവൻ്റ് ആളായിട്ടുള്ള, അതായത് നല്ല ആളാണ്, നമ്മുടെ നന്നായിട്ട് കളിക്കുന്നു എന്നൊക്കെ കാര്യമാണ് നവീനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ബിന്നീനെ ഒന്നുമില്ലാത്ത ആളായിട്ടാണ് പറയുന്നത്, അതായത് സെയിം റീസൺ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു പുറത്ത് പോയ ആളെ പറ്റി പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മാറ്റി പറയുന്നു അബീനെയാണ് ഇൻഫ്ലുവൻ്റ് ആളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നൂറ വരുന്നു. ആദിലെ പറയുന്നു ഇൻഫ്ലുവൻ്റ് ആളായിട്ട്, റെനേനെ ഒന്നുമില്ല എന്ന് പറയുന്നത് ചൊറിച്ചിൽ, അതാണ് പറയുന്നത്. ജിസേൽ വരുന്നു. നമ്മുടെ ആര്യനെയാണ് പറയുന്നത് ഇൻഫ്ലുവൻ്റ് ആളായിട്ട്, എല്ലാത്തിലും സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്, എന്നെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അനുവിനെ ഒന്നുമില്ലാത്ത ആളായിട്ട് പറയുന്നു. അടുത്തത് വരുന്നത് ആര്യനാണ് വരുന്നത്. ആര്യ മാത്രം നേരെ തിരിച്ച് ജിസേലിനെ പറയുന്നു ഇൻഫ്ലുവൻ്റ് ആളായിട്ടുള്ള, അനീഷിനെ ഒന്നുമില്ലാത്ത ആളായിട്ട് പറയുന്നു. അതിനുശേഷം അനു വരുന്നു. ശൈത്യനെ ഇൻഫ്ലുവൻ്റ് ആളായിട്ടും അതുപോലെ തന്നെ റെനേനെ ഒന്നുമില്ലാത്ത ആളായിട്ട് പറയുന്നു. അതിനുശേഷം ശരത്ത് വരുന്നു. ശരത്ത് വന്നിട്ട് അക്ബറിനെയാണ് പറയുന്നത് ഇൻഫ്ലുവൻ്റ് ഉള്ള ആളായിട്ട്, അതുപോലെ തന്നെ അനുവിനെ ഒന്നുമില്ലാത്ത ആളായിട്ട്. അങ്ങനെ ബുള്ളി ഗാങ് മൊത്തം ആരെ പറഞ്ഞു? അനുവിനെ പറഞ്ഞു. ബുള്ളിങ്ങാങ് മൊത്തം എന്ത് ചെയ്തു? അനുവിനെ പറഞ്ഞു. ബുള്ളിങ്ങാങ് ആരൊക്കെയാണ്? അക്ബർ, റെന, ശരത്ത്, ജിസേൽ, ഇവരെല്ലാവരും ഒരേ രീതിയിൽ അനുവിനെ ടാർഗറ്റ് ചെയ്തു. അനുവിനെയാണ് ഇവരെല്ലാവരും പറഞ്ഞത്. അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരെയും വിളിക്കുന്നു. അതിനുശേഷമാണ് നെവിൻ്റെ മടങ്ങി വരവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ലൈവിനകത്ത്. അതിനുശേഷം എല്ലാവരും ബിഗ് ബോസ് എല്ലാവരും ലിവിങ് റൂമിൽ വിളിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു നിങ്ങൾക്കൊരു അതിഥിയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആരാണ് അതിഥി? പെണ്ണാണോ ആണാണോ? അപ്പോൾ ശരത്ത് നെവിനാകും. നെവിനൊന്നുമല്ല, വയൽക്കാടല്ല, അതിഥി എന്നല്ലേ, അപ്പോൾ ഇപ്പോൾ വന്നിട്ട് പോകും എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അതിഥിയെ സ്വീകരിക്കാൻ നിങ്ങൾ സിനിമ, പാരഡി, പാട്ട് പാടാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും അവരോട് ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ പറയുന്നു. മറ്റേ മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, അവിടേക്ക് പോകുന്ന എല്ലാവരും കൂടി അവിടെ പോയിട്ട് ഇവർക്ക് വേണ്ടി, അതായത് വെൽക്കം ചെയ്യാണ്, ഈ വയൽക്കാടിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ താത്തിനന്തക തൈതാര താകാതീനന്തക തൈതാര പാട്ട് പാടി നിൽക്കുമ്പോൾ മെയിൻ ഗേറ്റ് ഇങ്ങനെ തുറക്കുകയാണ്. തുറന്നു വരുന്നത് ആരാണ്? നെവിനല്ല. ആരാണ് വരുന്നത്? നമ്മുടെ സ്പൈക്കുട്ടൻ വരികയാണ് ചെയ്യുന്നത്. സ്പൈക്കുട്ടൻ അങ്ങനെ മാസ് എൻട്രി തകർത്ത് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പാട്ട് പാടിയിട്ടാണ് സ്പൈക്കുട്ടനെ അവിടെ കുറേ നേരം നിന്നിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ഈ പാട്ട് പാടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു സ്പൈക്കുട്ടനെ വിളിച്ചുകൊണ്ട് പോകാൻ പറയുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ പാട്ടും പാടിയിട്ട് സ്പൈക്കുട്ടനെ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു സ്പൈക്കുട്ടൻ വന്നിരിക്കുന്നത് വീടിൻ്റെ ഹൈജീൻ ചെക്ക് ചെയ്യാനാണ്, അതായത് വൃത്തിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനാണ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ തുറന്നു കൊടുക്കാൻ, അതായത് എല്ലാ റൂമും കാര്യങ്ങളൊക്കെ തുറന്നു കൊടുക്കാൻ പറയുന്നു. അപ്പോൾ സ്പൈക്കുട്ടൻ നേരെ പോയിട്ട്
ആദ്യം തന്നെ സ്പൈക്കൂട്ടൻ കിച്ചൺ ഏരിയയിലേക്ക് പോയി നോക്കുന്നു. അവിടെ എല്ലാം ക്ലീനാണ്. അതുപോലെ തന്നെ ബാത്റൂം ഏരിയയിലേക്ക് വരുന്നു, അവിടെയും ക്ലീനാണ്. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ നടന്ന് നോക്കുന്നുണ്ട്. ഇതേ സമയം നമുക്ക് എന്താണ് കാണിക്കുന്നത്, ഇവരിങ്ങനെ നടന്ന് നോക്കുന്നുണ്ട്, സ്പൈക്കൂട്ടിൻ്റെ പിന്നാലെ എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ആദിൽ നൂറയും സന്തോഷത്തിലാണ്, സ്പൈക്കുട്ട എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സന്തോഷിച്ച് നടക്കുകയാണ്. ഇവർക്ക് നെവിൻ വരുന്നുണ്ടെന്ന് അറിയുന്നില്ലല്ലോ. ഇതേ സമയം നമുക്ക് എന്താണ് കാണിക്കുന്നത് ഇവർ, ഇതേ സമയം കൺസ്ട്രക്ഷൻ റൂമിൽ ഒരാൾ, ആരാണ്, നെവിൻ ഇരിക്കുന്നു അവിടെ. അതായത് ഇവിടെ നിന്ന് പോയ ഡ്രസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത്, കൺസ്ട്രക്ഷൻ റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നു, നെവിൻ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ നെവിൻ, എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. എന്നെ തിരിച്ചു കൊണ്ടുവരാൻ പ്രേക്ഷകനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇനി കളിക്കും. അപ്പോൾ നെവിൻ വന്നിരിക്കുന്നത് എന്താണ്, പഴയ കളിയല്ല, പുതിയ കളികൾ കാണാനും ചിലത് പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നെവിൻ വന്നിരിക്കുന്നത്. ഇനി പഴയ നെവിനായിരിക്കില്ല, ഇനി പുതിയ നെവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ്, അതായത് പുറത്ത് പോയിട്ട് പല കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് നെവിൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, എന്നിട്ട് നെവിൻ പറയുന്നു പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കുമെന്ന് പറയുന്നു. ഇനി ഞാൻ ഇവിടെ നിന്ന് പോകില്ല, ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. എനിക്ക് പ്രേക്ഷകർ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. 3 വീക്ക് തന്നെ അവർ ഇവിടെ സേവ് ചെയ്ത് നിർത്തി. പ്രേക്ഷകർ ഇനിയും എനിക്ക് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഇനി പഴയ നെവിനല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇനി പഴയ നെവിനല്ല. അനീഷേട്ടൻ അതുപോലെ, അതായത് അനീഷേട്ടൻ്റെ പോലെ ഞാനും അതുപോലെ നിന്ന്, അതായത് അനീഷേട്ടൻ ഏതുപോലെയാണ്, അതായത് അനീഷേട്ടൻ ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ ഞാനും ആകുമെന്നാണ് പറയുന്നത്. അനീഷേട്ടൻ ജനങ്ങളുടെ പ്രതിനിധിയല്ലേ, അതുപോലെ ഞാനും ജനങ്ങൾക്ക് വേണ്ടിയാണ് കളിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. എന്നെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി കളിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നീട് പറയുന്നു, അന്നേരത്തെ വൈകാരികമായ സമയത്ത് എനിക്ക് പോകണമെന്ന് തോന്നിയതാണ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണമെന്ന് എൻ്റെ തെറ്റ് മനസ്സിലാക്കി ആയതെന്ന് പറയുന്നു. എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ബിഗ് ബോസിനോട് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ചു കയറ്റി വിടണമെന്ന് ബിഗ് ബോസിനോട് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, ശരി, ഇനി നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല, സൂക്ഷിച്ച് കളിക്കുക. അടുത്ത അറിയിപ്പ് ലഭിക്കുന്നവരെ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത അറിയിപ്പ് ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മളിവിടെ കാണുന്നു, നമ്മുടെ സ്പൈക്കൂട്ടനായിട്ട് നടക്കുകയാണ് ഇവർ. സ്പൈക്കൂട്ടൻ നേരെ എങ്ങോട്ടാണ് പോകുന്നത്, കൺസ്ട്രക്ഷൻ റൂമിലേക്ക് പോകുന്നു. കൺസ്ട്രക്ഷൻ റൂം വഴി പോകുമ്പോൾ ശൈത്യയാണ് വാതിൽ തുറന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ശൈത്യ വാതിൽ തുറന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ, ആരാണ്, നെവിനെ കണ്ട് ശൈത്യ ഞെട്ടി. ആടി നെവിൻ എന്ന് പറഞ്ഞിട്ട് ഞെട്ടുന്നു. അപ്പോൾ ആദില, നൂറ, അനീഷ്, അനു, ആരും വരുന്നില്ല. ഇവർ 3 പേരും അങ്ങോട്ട് വരുന്നില്ല, കൺസ്ട്രക്ഷൻ റൂമിൻ്റെ ഭാഗത്തേക്ക് വരുന്നില്ല. കാരണം അവർക്ക് മനസ്സിലായി നെവിൻ വരികയാണെന്ന്. അപ്പോൾ നെവിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ അവിടെ ഡൗൺ ആയി. അവർ ഇത്ര ദിവസം 5G ആയിരുന്നു, നെവിൻ പോയ സമയത്ത് 5G ആയിരുന്നു, ഇപ്പോൾ 3G ആയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. അപ്പോൾ ഇവർ 3 പേരും അങ്ങോട്ട് പോകുന്നില്ല, സോഫയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും അങ്ങോട്ട് പോകുന്നു. ബാക്കി എല്ലാവരും നെവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, എല്ലാവരും കെട്ടിപ്പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നെവിൻ പറയുന്നു, ഐ ആം കമ്മിങ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും കൂക്കും വിളിയൊക്കെ ബഹളമൊക്കെ ആയിട്ട് നമ്മുടെ നെവിനെ അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നേരെ വരുന്നു, ലിവിങ് റൂമിലേക്ക് വരുന്നു. ലിവിങ് റൂമിൽ വന്നിട്ട് അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ആദിൽ നൂറ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ആദിൽ നൂറ എടുത്ത് പറയുന്നു, അതില എഴുന്നേക്ക് എന്ന് പറയുന്നു. എഴുന്നേക്ക് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് കെട്ടിപ്പിടിക്കുന്നു. ഉമ്മ പറയുന്നു, നൂറ എഴുന്നേക്ക്, ഉമ്മ പറയുന്നു, ഇരിക്കും. എവിടെ പോയി അനു എവിടെ പോയി എന്ന് ചോദിക്കുന്നു. അനു എവിടെ? അനു വന്നിട്ട് അനുവിനെ കെട്ടിപ്പിടിക്കുന്നു, സോറി പറയുന്നു. അടുത്തത് ഇനിയാണ് രസം വരാൻ പോകുന്നത്. അടുത്തത് അനീഷിനെ കാണുന്നു. അനീഷേട്ടാ, ഞാൻ അനീഷേട്ടനെ കൂടെയാണ് കേട്ടോ, ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നത്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എവിടെ എൻ്റെ കേക്ക് എന്ന് പറഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. പോയി നമ്മുടെ ഒന്നെൻ്റെ ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിക്കുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് അവർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം തിരിച്ച് നെവിൻ ആരുടെ അടുത്തേക്ക് വരുന്നു, അനീഷിൻ്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെയാണ് ഫിറ്റ്. അനീഷേട്ട കളിക്കുന്നത് പോലെ തന്നെ അനീഷേട്ടൻ്റെ കൂടെ നിന്ന് ഞാൻ കളിക്കും,
എന്ന് പറയുന്നു. അപ്പം അനീഷ് ഇവിടെ വന്നത് ഇങ്ങനെ കറങ്ങിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ കൂടെ നിന്ന് കളിക്കാനല്ല, ഞാൻ ഒറ്റയ്ക്ക് കളിക്കാനാണ് ഞാൻ വന്നത്, ഒറ്റയ്ക്ക് കളിക്കാനാണ് ഞാൻ വന്നത്, ഒറ്റയ്ക്ക്. പിന്നെയും പഴയ ഭാഷയിലേക്ക് പോയി. അപ്പോൾ ഒരു കയ്യകലം പാലിച്ച് നിൽക്കണം, നവീനെ ഒരു കയ്യകലം പാലിച്ച് നിൽക്കണം, ഒരു കയ്യകലം എന്ന് പറഞ്ഞു. അപ്പോൾ നവി ഒരു കയ്യകലം മതിയോ അനീഷേട്ടാ, അതോ ഒരു കയ്യകലം മതിയോ, അതോ അപ്പോൾ ഞാൻ 2 കയ്യകലം പാലിച്ച് നിൽക്കാം, 2 കയ്യകലം മതിയോ, 2 കയ്യകലം അനീഷേട്ടാ. അപ്പോൾ അനീഷ് ഒരു കയ്യകലം പാലിച്ച് നിൽക്ക് നവീനെ, ഒരു കയ്യകലം പാലിച്ച് നിൽക്ക്. അപ്പോൾ ഓരോരുത്തരും വന്ന് നവീനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുന്നത്, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. ഓനയിലും നമ്മുടെ അബിയും കൂടിയിട്ട് നവീനെ കൂട്ടിയിട്ട് സ്മോക്കി റൂമിലേക്ക് പോകുന്നു. സ്മോക്കി റൂമിൽ പോയിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. എടാ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞോ, നീ പോയപ്പോൾ അതിലെ ഗെയിമാണെന്ന് പറഞ്ഞു ആദിൽ നൂറയും, അങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ജിസേലിനെ കൺസെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ജിസേൽ ചോദിക്കുന്നു എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബിഗ് ബോസ് ചോദിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് നേരെ കൺസെഷൻ റൂമിലേക്ക് പോയിട്ട് നമ്മുടെ ജിസേലിനോട് പറയുന്നു, ജിസേൽ അമ്മ വിളിച്ചിരുന്നു, ജിസേലിൻ്റെ സുഖമില്ലാതെ ഇരുന്ന സഹോദരി മരണപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അവിടെ വൈകാരികമായ നിമിഷങ്ങളാണ് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നത്. അതറിഞ്ഞതും ജിസേൽ പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. അപ്പോൾ ജിസേൽ പറയുന്നു ബിഗ് ബോസ് അമ്മയോട് സംസാരിക്കണം, അമ്മയോട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു നമ്മൾ വിളിച്ചിരുന്നു, നമ്മൾ സംസാരിച്ചിരുന്നു ജിസേൽ എന്ന് പറയുന്നു. അപ്പോൾ ജിസേൽ അതായത് അമ്മയ്ക്ക് വേറെ അവിടെ ആരും ഇല്ല, അമ്മയ്ക്ക് ടെൻഷനാവും, അമ്മയ്ക്ക് പേടിയാകും എന്നൊക്കെ പറയുന്നു. അമ്മയ്ക്ക് BP ഉള്ളതാണ്, അമ്മയോട് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിൽ വേറെ ആരുമില്ല ബിഗ് ബോസ് എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് കുറേ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പറ്റുന്നില്ല, ഒരു നടപടിയാവുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് അതിന് ശേഷം സംസാരിക്കുന്നു, അമ്മയായിട്ട് സംസാരിക്കുന്നു. ഏകദേശം കുറച്ച് നേരം സംസാരിക്കുന്നു, വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം ഏകദേശം 3/4 മണിക്കൂറോളം അവിടെ ഇരുന്നിട്ട് നമ്മുടെ ജിസേൽ കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് നേരം കരയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം ബിഗ് ബോസ് ചോദിക്കുന്നു ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആരിനെ വിളിക്കുന്നു, ആരും വരുന്നത് സമാധാനിപ്പിക്കാൻ വരുന്നതാണ്. അപ്പോൾ ജിസേൽ പറയുന്നു അവസാനമായിട്ട് കാലിലൊന്ന് വന്ദിക്കണമെന്നുണ്ടായിരുന്നു, ഇനി എനിക്കതിന് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരയുന്നത്. ശരിക്കും നമ്മളായാലും കരഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ജിസേൽ കിട്ടിയോ എന്നൊന്നും അറിഞ്ഞില്ല, എന്തായാലും ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നവീൻ അങ്ങനെ അതിനുശേഷം സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മുടെ കൺസൾട്ട് റൂമിൽ നിന്ന് വരുന്നു. അപ്പോൾ നവീൻ ഇത് കാണുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജിസേലിൽ നിന്ന് കരയുന്നത് കാണുമ്പോൾ ജിസേലിനോട് ചോദിക്കുന്നു നവീൻ എന്താ ജിസേൽ ചോദിക്കുന്നു. അപ്പോൾ ജിസേൽ ഒന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നു. വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ജിസേലിൻ്റെ സഹോദരി അതായത് വലിയമ്മ മരണപ്പെട്ടൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഓക്കെ, അങ്ങനെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് പുള്ളിക്കാരി. അങ്ങനെ കുറേ നേരം വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ബിഗ് ബോസ് വീട് കടന്നു പോകുന്നത്. അങ്ങനെ പിന്നീട് വൈൽഡ് കാർഡ്സ് വരാൻ പോവുകയാണ്. ആരൊക്കെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ? വൈൽഡ് കാർഡ്സ് കുറേ പേരൊക്കെ ഉണ്ട്, കൺഫേം ആയ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് നിങ്ങൾക്കൊരു സസ്പെൻസാണ്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിടാം. അത് നിങ്ങൾ അറിയണം, നിങ്ങൾ അറിഞ്ഞേ പറ്റും. കുറേ പേരുടെ പേരൊക്കെ കൺഫേം ആയിട്ടുണ്ട്. കൺഫേം എന്ന് ഞാൻ പറയില്ല, ഇതൊന്ന് കുറേ പേരെങ്കിലും വരും എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വൈൽഡ് കാർഡ്സ് കയറാൻ സമയമായി. അവരൊക്കെ ഇന്ന് ചെന്നൈയിലേക്ക് എത്തും. നാളെയാണ് വീക്കെൻഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വൈൽഡ് കാർഡ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതിനുശേഷം ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന എന്താണ്, ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നു. നമ്മുടെ ബിന്നി, റന, നെവിൻ ഇവരെ 3 പേരെയാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ എല്ലാവരും ചോദിക്കുന്നു, ഇവരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എല്ലാവർക്കും വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എല്ലാവരോടും അഭിപ്രായം കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും വന്നിട്ട് പറയുന്നു, ക്യാപ്റ്റനാവാൻ താല്പര്യമുള്ള ആൾക്കാരുടെ പേര് പറയാൻ പറയുമ്പോൾ ഇങ്ങനെ അത് പറയുന്നു, കാരണവും പറയുന്നുണ്ട്.
അങ്ങനെ ബിന്നിക്ക് 7 വോട്ടും, അനീഷിന് 1 വോട്ട്, നെവിന് 8 വോട്ട്, റെനയ്ക്ക് 8 വോട്ട്, അതുപോലെ തന്നെ അബിക്ക് 2 വോട്ട്, രേണുവിന് 1 വോട്ട്, ഒനേലിന് 4 വോട്ട് കിട്ടുന്നു, അക്ബറിന് 1 വോട്ട് കിട്ടുന്നു. അങ്ങനെ ക്യാപ്റ്റൻസിയിലേക്ക് 3 പേരാണ് സെലക്ട് ആവുന്നത്. റെന, ബിന്നി, നെവിൻ, ഇവർ 3 പേരാണ് ക്യാപ്റ്റൻ. ഇതിൽ 3 പേരിൽ ആര് ക്യാപ്റ്റൻ ആയാലും വീട് ഉഴുതു മറിച്ചിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴുതു മറിച്ചിടും, ആ ഷുവറാണ്. കാരണം മുള്ളിഗാങ്ങാണ് ക്യാപ്റ്റൻസിയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ആരായാലും വീട് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അനുവിന് പണിയാണ്. അനുവിന് 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ 8ൻ്റെ പണിയല്ല, ചിലപ്പോൾ 7ൻ്റെ പണിയൊക്കെ കിട്ടിയെന്ന് വരും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ ആര് ക്യാപ്റ്റൻ ആയാലും അനുവിന് അത്ര നല്ലതല്ല. ഓക്കെ, അപ്പോൾ വൈൽഡ് കാർഡ്സ് കൂടെ വന്നാൽ പിന്നെ പറയും വേണ്ട, ഊപ്പാടളകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊപ്പാട് കിടക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്രയും നേരത്തെ ലൈവിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അതായത് നമ്മുടെ വൈൽഡ് കാർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ഈ ചാനലിൽ സ്റ്റേ ട്യൂണായിട്ടിരിക്കുക. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.